എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC സേപ്പ് പരീക്ഷ അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 16-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. നിങ്ങൾ ഏത് സ്കൂളിലാണോ SSLC പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് നിങ്ങൾ SSLC പഠിച്ചത് ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. പരമാവധി 3 പേപ്പറുകളാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെ D+ അതിൽ കൂടുതലോ കിട്ടാത്ത ഏതൊരു വിഷയവും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ പരമാവധി 3 വിഷയമാണ് എഴുതാൻ സാധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു പരീക്ഷയെ എഴുതാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്, അതായത് ആബ്സെൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സബ്ജക്റ്റുകൾ 3 വിഷയം എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കാതെ, അതായത് ഗുരുതരമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ അപകടം, ബന്ധുക്കൾ അതായത് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഒരു വിഷയത്തിന് 100 രൂപയാണ് ഫീസായിട്ട് വരിക. സേപ്പ് പരീക്ഷയ്ക്ക് പുനർമൂല്യനിർണ്ണയം അനുവദിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് SSLC റിസൾട്ടിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സേപ്പ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. ഗൾഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് പരീക്ഷാ കേന്ദ്രം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സേപ്പ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിന്, അത് റീവാലുവേഷൻ അപേക്ഷിച്ച് ഉപരിപഠനത്തിന് അർഹത നേടിക്കാട്ടാൻ സേപ്പ് പരീക്ഷാഫലം പരിഗണിക്കുന്നതല്ല. IIT വിദ്യാർത്ഥികൾക്ക് 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് ലഭിച്ച ആനുകൂല്യം സേപ്പ് പരീക്ഷയ്ക്ക് ലഭിക്കും. ഇതിനായിട്ട് DGEയിൽ നിന്നും ലഭിച്ച ഉത്തരവിൻ്റെ കോപ്പി കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 28-ാം തീയതി മുതലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ടൈം ടേബിൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് 28-ാം തീയതിയാണ് എക്സാം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 23-ാം തീയതി 24-ാം തീയതി തന്നെ ഈ ഒരു ഹോൾ ടിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു SSLC പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റിസൾട്ട് വന്ന് ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റ് 3 മാസത്തിനുള്ളിൽ കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും അത് തിരുവനന്തപുരത്തേക്ക് പരീക്ഷാ ഭവൻ സെക്രട്ടറിയുടെ പേരിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേപ്പ് പരീക്ഷ റിസൾട്ട് വന്നാൽ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 16-ാം തീയതിയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് വളരെയധികം ഈസിയാണ്. അതായത് ഇവിടെ ഫോം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഫോം സ്കൂളിൽ നിന്നും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്നും ഫില്ല് ചെയ്ത് നൽകിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫോം വളരെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാം. ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ എഴുതുക. നിങ്ങൾ മലയാളമാണോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ അതായത് ക്വസ്റ്റ്യൻ വേണ്ടത് അത് കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ പേരും നമ്പറും എഴുതുക. അത് സ്കൂളിൻ്റെ കോഡും എഴുതുക. നിങ്ങൾ അടുത്തതായിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന പേപ്പറുകൾ എത്രയാണോ അത് ഈ ഒരു താഴെയുള്ള ഈ ഒരു കളിയിൽ എഴുതുക. അതായത് ഇവിടെ കോളം നൽകിയത് കാണാം. ഇവിടെ നിങ്ങൾ മലയാളമാണെങ്കിൽ മലയാളം, അതുപോലെ അതിന് ലഭിച്ച ഗ്രേഡ് എത്രയാണെന്നുള്ളത് എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗം, രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളിലുള്ള അപകടം, അതുപോലെ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എന്നിവരുടെ മരണം എന്നീ കാരണങ്ങളാൽ പരീക്ഷ എഴുതാനോ പൂർത്തിയാക്കാനോ കഴിയാത്തവരാണെങ്കിൽ ഇവർക്ക് ഈ ഒരു 1-ൽ കൂടുതൽ, അതായത് 3-ൽ കൂടുതൽ പേപ്പറുകൾ പരീക്ഷ എഴുതുന്നതിന് അനുവാദം ഉണ്ടാകും. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ IIT വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും ടിക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു DGEയുടെ ഉത്തരവിൻ്റെ കോപ്പി ഇതിനോടൊപ്പം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. പരീക്ഷാ ഫീസ് 3 എണ്ണത്തിന് 300 രൂപയാണ്. നിങ്ങൾ എത്ര എണ്ണമാണ് എഴുതുന്നത് അതിനനുസരിച്ച് ഒരു വിഷയത്തിന് 100 രൂപ വെച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതുക. ഇവിടെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര്, അതിനുശേഷം നിങ്ങളുടെ മേൽവിലാസവും ഫോൺ നമ്പറും ഫുള്ളായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സ്ഥലവും തീയതിയും ഇവിടെ നിങ്ങളുടെ ഒപ്പ് ഇടുക. അടുത്തതായിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഏകദേശം മെയ് 20-ാം തീയതിക്ക് ശേഷം ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.